എൻ്റെ പേര് ജേക്കബ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം അതിരൂപയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു വൃക്ക എനിക്ക് നഷ്ടപ്പെട്ട ഒരാളാണ്. 2025 മുതൽ ഞാൻ 1 വർഷമായിട്ട് ചികിത്സയിലാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് വെച്ചാൽ എൻ്റെ വൃക്ക തകരിലാണ്, നമുക്ക് ബയോപ്സി ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ക്രിയാറ്റിൻ വളരെ കൂടുതലായി. നിങ്ങൾക്കറിയില്ല, ക്രിയാറ്റിൻ വന്നു കഴിഞ്ഞാൽ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഡയാലിസിസ് ചെയ്യും, ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. എന്നാലും എൻ്റെ ക്രിയാറ്റിൻ 4, 5 ഈ കണ്ടീഷനിൽ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയാലിസിൽ എത്താറായി, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബയോപ്സി ചെയ്ത് നോക്കാം. ബയോപ്സിക്ക് വേണ്ടി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബയോപ്സിക്ക് എൻ്റെ റിസൾട്ട് അയച്ചു. 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്നുമില്ല, എല്ലാം പോയി, ജീവിതം തകർന്നു എന്ന അവസ്ഥയിലായിരുന്നു. എന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല. ഞാൻ യേഹൂദയെക്കുറിച്ച് അറിയപ്പെട്ടു. എന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ പള്ളിയിലൊന്നും പോകാത്തൊരു വ്യക്തിയാണ്. പള്ളിയിൽ എന്തിനാണ് പോകുന്നത്? പള്ളിയിൽ പോയ ദൈവം നമ്മുടെ വിളി കേൾക്കുമെന്ന്. ഞാൻ പള്ളിയിൽ സൺഡേ പോകാറില്ല, ദുഃഖ വെള്ളിയാഴ്ച ആചരണത്തിന് പോകാനില്ല. ഇറച്ചി, മീൻ, മത്സ്യം എല്ലാം ധാരാളമായി കഴിച്ച് ദൈവത്തെ അറിയാതെ നടന്നൊരു വ്യക്തിയായിരുന്നു. എന്നാലും ദൈവം എന്നെ കൈവിട്ടില്ല. എൻ്റെ ക്രിയാറ്റിൻ വളരെ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ നൊവേനൊക്കെ വെച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നാലും അച്ഛൻ പറഞ്ഞു യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്, എന്നാൽ അവിടെ വെച്ചൊന്ന് പിടിക്കാം. അങ്ങനെ ഞാൻ യൗസേപ്പ് പിതാവിൻ്റെ ഈ നൊവേന 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്നും ദശാംശം കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും ഞാൻ നേർന്നു. അന്ന് 4ാമത്തെ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ക്രിയാറ്റിൻ കൂടുന്ന ഒരു മകനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. എല്ലാ റിസൾട്ടും എനിക്ക് കിട്ടി. അടുത്ത ദിവസം ഞാൻ ചെക്കപ്പ് ചെയ്തു. ഡോക്ടർ എന്നെ അത്ഭുതം, ഈ റിസൾട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ വിളിച്ചു പറഞ്ഞു ക്രിയാറ്റിൻ കൂടി എല്ലാവരെയും നോർമൽ ആണല്ലോ, എല്ലാം നോർമലാണ്. ഒന്നുമില്ല. നന്ദി പറയാ.